ഭഗവത്ഗീത സാഖ്യയോഗത്തിലെ 49-ാമത്തെ ശ്ലോകം. ദൂരേണ ഹ്യവരം കർമ്മ ബുദ്ധിയോഗ ധനഞ്ജയ ബുദ്ധോ ശരണമന്വിച്ച കൃപണാപലഹേതപക. അതായത് ഫലാസക്തി ഇല്ലാതെ ചെയ്യപ്പെടുന്ന കർമ്മം ശ്രേഷ്ഠമാണ്, ഫലാസക്തിയോടുകൂടി ചെയ്യപ്പെടുന്ന കർമ്മം നികൃഷ്ടമാണ്. അതുകൊണ്ട് നീ ബുദ്ധിപൂർവം കർമ്മയോഗത്തെ ആശ്രയിക്കൂ. ഫലാസക്തിയോടുകൂടി കർമ്മം ചെയ്യുന്നവൻ ദീനനാണ് എന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ശ്ലോകത്തിൻ്റെ അർത്ഥം. നമുക്ക് ആസക്തി ഇല്ലാതെ കർമ്മം ചെയ്യാൻ നമ്മൾ പരിശീലിച്ചിട്ടില്ല. എല്ലാ കാര്യവും നമ്മൾ ആസക്തിയോടുകൂടിയാണ് ചെയ്തിട്ട് ഉള്ളത്. ആ ഒരു ശീലമേ നമുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും ഒരു സ്വസ്ഥത ലഭിക്കുന്നില്ല. ആസക്തിയോടുകൂടി കർമ്മം ചെയ്യുമ്പോൾ മനസ്സെപ്പോഴും അസ്വസ്ഥമായിരിക്കും, അശാന്തമായിരിക്കും. അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ശ്ലോകത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആസക്തി ഇല്ലാതെ കർമ്മം ചെയ്താലും നമ്മുടെ കർമ്മത്തിൻ്റെ ഫലം നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. ആസക്തി വെച്ച് ചെയ്താലേ ഫലം കിട്ടുകയുള്ളൂ എന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നീ ബുദ്ധിപൂർവ്വം കർമ്മയോഗത്തെ ആശ്രയിക്കൂ എന്ന്. അതായത് ഫലകാംക്ഷ ഇല്ലാതെ, കർത്തൃത്വ ഭാവമില്ലാതെ, ഭോക്തൃത്വ ഭാവമില്ലാതെ നീ കർമ്മം ചെയ്യൂ. നീ ചെയ്യുന്ന കർമ്മത്തിന് നിശ്ചയമായും ഫലമുണ്ടാവും. എന്നാൽ നീ ആസക്തിയോടുകൂടി കർമ്മം ചെയ്യുമ്പോൾ നിന്റെ മനസ്സ് വർത്തമാനകാലത്തിൽ ഉണ്ടാവുകയിരിക്കില്ല, അത് ഭാവിയിലായിരിക്കും ഉണ്ടാവുക. ഭാവിയിൽ അതിൻ്റെ ഫലം എന്താകും എന്നതിനെ ചിന്തിച്ച് ഇങ്ങനെ ഉത്കണ്ഠാകുലനാകും. അങ്ങനെയുള്ളൊരു മനസ്സിന് സമബുദ്ധി കൈവരിക്കാൻ കഴിയുകയില്ല. സമബുദ്ധി കൈവരിക്കാൻ കഴിയാതെ മനസ്സിന് ഒരിക്കലും ശാന്തിയും ഉണ്ടാവില്ല. നമ്മുടെ മനസ്സ് ക്ലോക്കിൻ്റെ പെൻഡുലം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സുഖം ദുഃഖം ഇങ്ങനെ അലയടിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിന് കാരണം കർമ്മത്തിലുള്ള ആസക്തിയാണ്. ആസക്തി എപ്പോഴും ബന്ധനമുണ്ടാക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇങ്ങനെ കർമ്മയോഗം അനുഷ്ഠിക്കാൻ പറയുന്നത്. അതുകൊണ്ട് കർമ്മയോഗം അനുഷ്ഠിച്ചാൽ ഫലം ലഭിക്കാതിരിക്കില്ല എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. ഫലം തീർച്ചയായും ലഭിക്കും. ഏതൊരു കർമ്മവും പ്രപഞ്ചത്തിൽ നമ്മൾ ചെയ്താൽ അതിൻ്റെ ഫലം നിശ്ചയമായി ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മൾ ആസക്തി വെടിയുകയാണെങ്കിൽ നമുക്കെന്താണ്? സമാധാനത്തോടുകൂടി വർത്തമാനകാലത്തിൽ ജീവിക്കാം. സമബുദ്ധിയാണ് സമാധി എന്ന് പറയുന്നത്. സമബുദ്ധിയാണ് ശാന്തിയുടെ അടിസ്ഥാനം. ഗീതയുടെ അടിസ്ഥാനം തന്നെ സമബുദ്ധി കൈവരിക്കുക എന്നതാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ആസക്തി ഉണ്ടാകും. നമ്മൾ അതിനോട് പോയി ഒട്ടലുണ്ടാക്കും. ആ ഒട്ടൽ തന്നെ ബന്ധനത്തിന് കാരണം. ഭാര്യയോടും കുട്ടികളോടും അതുപോലെ സമ്പത്തിനോടും എല്ലാം ഒട്ടി ബന്ധനസ്ഥനായാണ് നമ്മൾ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കെങ്കിലും, ഒരു ഫാമിലി ആയിട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു അസുഖം വരികയോ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളെല്ലാവരും അസ്വസ്ഥരാകും. എന്നാൽ അങ്ങനെയല്ല ചെയ്യേണ്ടത്. അവിടെ സമബുദ്ധി കൈവരിച്ചുകൊണ്ട് ലോകത്ത് ഇങ്ങനെയൊക്കെ അസുഖമുണ്ടാവും, പല പ്രശ്നങ്ങളുണ്ടാവും എന്നൊക്കെ കണക്കിലാക്കി അവിടെ കർത്തൃത്വമില്ലാതെ സമഭാവന കൊണ്ടുവരാൻ ശ്രമിക്കണം. വരുന്നതിനെ ധീരമായി നേരിടണം. അതിൽ നിന്ന് ഒളിച്ചോടാനൊന്നുമല്ല പറയുന്നത്. ഈ സമബുദ്ധി, ഒരു സാക്ഷിഭാവം എല്ലാ കർമ്മത്തിലും കൊണ്ടുവരണം എന്നാണ് ഇവിടെ പറയുന്നത്. ഇല്ലെങ്കിൽ എന്താണ്? നമ്മൾ അസ്വസ്ഥമായിക്കൊണ്ടിരിക്കും. ഇതൊരു മനഃശാസ്ത്രപരമായ കാര്യം തന്നെയാണ്. നമ്മളിപ്പോൾ നാളെ വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഇന്ന് ചിന്തിച്ച് ഉത്കണ്ഠാകുലരായാൽ നമ്മുടെ ഈ വർത്തമാന നിമിഷം അസ്വസ്ഥമായി തീരും. ഭാവി എന്താകും നമുക്കറിയില്ല. ഭാവി എന്നത് തന്നെ ഒരു നുണയാണ്. അതുണ്ടോ ഇല്ലേ എന്ന് തന്നെ നമുക്കറിയില്ല. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് ആർക്കും തന്നെ അറിയുവാൻ കഴിയുകയില്ല. നമുക്ക് ഇന്നലെയിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല, അത് കഴിഞ്ഞുപോയി. നാളെയിലേക്ക് നമുക്ക് പോകാൻ കഴിയുകയില്ല. ഈ നിമിഷത്തിലേ നമുക്ക് ഇരിക്കാൻ കഴിയുകയുള്ളൂ. അതാണ് ഈ ബുദ്ധിയോഗം അല്ലെങ്കിൽ കർമ്മയോഗം അനുഷ്ഠിക്കാൻ പറയുന്ന കാര്യം. അതായത് നമ്മുടെ ബുദ്ധി ഒരു സമഭാവനയിൽ നിർത്താൻ കഴിയണം. അത് അഭ്യാസം കൂടാതെ ഒന്നും സാധിക്കത്തില്ല. അങ്ങനെ ഈ ശാസ്ത്രങ്ങൾ കേട്ടത് കൊണ്ടൊന്നും ഒരാൾക്ക് അവിടെ എത്തിച്ചേരാൻ കഴിയില്ല. ഏതൊരു വിദ്യയും നമ്മൾ പ്രാവർത്തികമാക്കണമെങ്കിൽ, നമുക്ക് അനുകൂലമാക്കി മാറ്റണമെങ്കിൽ അത് അഭ്യാസം വേണം. അഭ്യാസമില്ലാതെ ഒന്നും നേടാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഒരു സാധന അനുഷ്ഠിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അതിന് ബ്രഹ്മചാരി ആവണമെന്നോ സന്യാസി ആവണമെന്നോ ആശ്രമത്തിൽ പോകണമെന്നോ ഒന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നിൽക്കുന്ന നിലയിൽ നമുക്ക് സമാധാനം കൈവരണമെങ്കിൽ ഒരു സൈക്കോളജിക്കായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. നമ്മൾ സമബുദ്ധി കൈവരിക്കണം. ഈ ലോകത്ത് എല്ലാറ്റിനും രണ്ട് വശങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ സുഖവും വരാം, ദുഃഖവും വരാം, ശരിയും വരാം, തെറ്റും വരാം. ആത്യന്തികമായ അർത്ഥത്തിൽ ആത്മതലത്തിൽ ഒന്നുമില്ല. ഇതെല്ലാം മാനസികമായ തലത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ആത്മാവ് ആനന്ദ സ്വരൂപമാണ്. എല്ലാവരുടെയും വാസ്തവ സ്വരൂപം ആനന്ദമാണ്. അവിടെ യാതൊരു കുഴപ്പവുമില്ല. ഇതെല്ലാം സംഭവിക്കുന്നത് മാനസിക തലത്തിലാണ്, ബുദ്ധിതലത്തിലാണ്. അതുകൊണ്ടാണ് മനസ്സിനെ ഒരു സമനിലയിൽ നിർത്തണം, ബുദ്ധിയോഗം അനുഷ്ഠിക്കണം, കർമ്മയോഗം അനുഷ്ഠിക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഫലാസക്തി ഇല്ലാതെ കർമ്മം ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ്. പക്ഷെ നിരന്തരമായ അഭ്യാസത്തിലൂടെ നമുക്കത് കഴിയുമെന്നാണ് ഇവിടെ പറയുന്നത്. അത് കഴിഞ്ഞാൽ മാത്രമേ ഈ ലോകത്ത് സമാധാനപൂർണ്ണമായ ഒരു ജീവിതം നയിക്കാൻ കഴിയുകയുള്ളൂ. ഇല്ലെങ്കിൽ മനസ്സാസക്തമായി ബന്ധനസ്ഥനായി എപ്പോഴും ഇങ്ങനെ
നീറി നീറി കഴിയേണ്ടി വരും. പുകഞ്ഞ കൊള്ളി പോലെയാകും നമ്മുടെ ജീവിതം. അതുകൊണ്ട് ധീരമായി സാധനയിലൂടെ ഒരു യോഗബുദ്ധി അഭ്യസിച്ചുകൊണ്ട് ഓരോരുത്തരും ജീവിക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ ഇവിടെ ഇന്ന വ്യക്തിക്ക് ഇത് അനുഷ്ഠിക്കാൻ പറ്റൂലൂ എന്നൊന്നും പറയുന്നില്ല. ഇത് പൊതുവെ മാനവരാശിക്ക് മുഴുവൻ വേണ്ടിയുള്ള ഒരു തത്വമാണ്. ഇത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും.